ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഭാത സവാരി നടത്തുന്നത് ഡോണി ബ്രൂക്കിലൂടെയാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഒരു ചെറിയ സിറ്റിയാണ് ഡോണി ബ്രൂക്ക്. ആ ഡോണി ബ്രൂക്കിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാത സവാരി. ഇവിടെയുള്ള വീടുകളുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ നമുക്ക് ധാരാളം പൂന്തോട്ടങ്ങളും മറ്റും കാണാൻ സാധിക്കും. ആ പൂന്തോട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഒരു മെയിൻ റോഡിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്രോസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക പാതകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ക്രോസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ക്രോസ് ചെയ്യാൻ ഈ കാണുന്ന ഈ ബട്ടൺ, ഈ ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ മറുവശത്തുള്ള ലൈറ്റ് ഗ്രീൻ ആവുകയും അപ്പോൾ നമുക്ക് കടക്കാനുള്ള സിഗ്നൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ മെയിൻ റോഡുകളൊക്കെ ഇവിടെ ക്രോസ് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇരുവശത്തും ധാരാളം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലുതും ചെറുതുമായ ധാരാളം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വാഹനങ്ങളെല്ലാം നിർത്തി നമ്മൾ കടന്നു പോയതിന് ശേഷം മാത്രമേ അവ യാത്ര തുടരുകയുള്ളൂ. അങ്ങനെ ആ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ കിൻബ്രൂക്ക് എന്ന ഒരു എസ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ധാരാളം എസ്റ്റേറ്റുകളുണ്ട്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള എസ്റ്റേറ്റ് അല്ല. ഓരോ ഡെവലപ്പേഴ്സും ഏറ്റെടുത്ത് ആ സ്ഥലം ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്തിനാണ് എസ്റ്റേറ്റ് എന്ന് വിളിക്കുക. അത് 10-100 ഏക്കറുകൾ കാണാം. അങ്ങനെ ഓരോ സ്ഥലം ഓരോ ഡെവലപ്പർമാർ ഏറ്റെടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്ത് അത് പ്ലോട്ടുകളാക്കി തിരിച്ച് ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നു. അങ്ങനെ വാങ്ങുന്ന വ്യക്തികൾ അവരുടെ ഹോം അവിടെ പണിയും, സ്വന്തമായിട്ട് പണിയുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനികളെ കൊണ്ട് പണിയിക്കുകയോ ചെയ്യുകയാണ് പതിവ്. കൂടുതലും കൺസ്ട്രക്ഷൻ കമ്പനികളാണ് വീടുകളിലൂടെ പണിയുക. വെൽ പ്ലാൻഡാണ് ഇവിടുത്തെ ഈ ഡെവലപ്പിംഗ് സിസ്റ്റം. ആദ്യമായിട്ട് ആ സ്ഥലത്തേക്കുള്ള റോഡുകളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, നെറ്റ് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിന് ശേഷമാണ് അവിടെ ഓരോ അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഹോമുകൾ പണിയുക. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കിൻബ്രൂക്ക് എന്നാണ് ആ എസ്റ്റേറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ധാരാളം ഹോംസ് പണിതുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ആ പ്രദേശത്തുകൂടി ഞങ്ങൾ നടന്ന് കാണുകയാണ്. ഇത് ഡോണി ബ്രൂക്ക് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഡോണി ബ്രൂക്ക് സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന ഗുഡ്സ് ട്രെയിനാണ് അങ്ങ് വിദൂരത്തിൽ കാണുന്നത്. ഇവിടെ നിന്ന് ഓരോ മണിക്കൂറും ഇടവിട്ട് മെൽബണിലേക്ക് ട്രെയിൻ സർവീസുകളുണ്ട്. തിരക്കിന് അനുസരിച്ച് കൂടുതൽ ബോഗികൾ ഉള്ള ട്രെയിനുകൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് കാണാം. ഇപ്പോൾ ഞങ്ങളൊരു ഡോണി ബ്രൂക്കുള്ള ഒരു ചെറിയ സ്ട്രീറ്റിൽ നിൽക്കുകയാണ്. വളരെ മനോഹരമായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഗുരുദ്വാരയാണ്. എപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടൗണാണ്. എപ്പിങ്ങിലുള്ള ഒരു ഗുരുദ്വാരയാണ്
സിഖ് ഗുരുദ്വാരയാണ് ഇപ്പം നമ്മൾ കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ സവാരി തുറന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ റോഡുകളാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. മനോഹരമായ ഗാർഡനുണ്ട്. ഇത് ആ ഗാർഡൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ടൗൺഷിപ്പാണ്. ഇപ്പോഴും ധാരാളം കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ നടക്കുന്നത് കാണാം. ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ പല സമയത്തും നമുക്ക് കങ്കാരുവിനെ കാണാൻ സാധിക്കും. ഇപ്പം നിലവിലൊന്നും കാണുന്നില്ല. ചില സമയങ്ങളിലാണ് അവ ഈ ഗ്രൗണ്ടിൽ എത്തപ്പെടുക. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണ് കങ്കാരുക്കൾ മേയുന്നതിനായിട്ട് ഈ ഗ്രൗണ്ടിലെത്തുക. അങ്ങനെ ആ ഗ്രൗണ്ടിൻ്റെ സമീപത്തുകൂടി ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നു പോവുകയാണ്. ആ ഗാർഡന് സമീപം കൂടി ഞങ്ങളുടെ യാത്ര നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ബസ് സർവീസാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യുന്നതിനും അതുപോലെ അവിടെ യാത്രക്കാരെ ഡ്രോപ്പ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത്തരം ബസ്സുകൾ ഓടുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഊർജം. അതുകൊണ്ട് ഈ വീഡിയോ ഏവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.